വേവ് ബീറ്റ് കോൾ ഉച്ചയ്ക്ക് 12 മണിക്ക് ഫസ്റ്റ് സെയിലിന് തവണ 1499 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ. ഈ ഒരു വാച്ച് ആര് വാങ്ങിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ബോട്ട് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ആഗ്രഹമുള്ളവർ, രണ്ട് ബോട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ച്, മൂന്ന് 1500 രൂപയ്ക്കുള്ളിൽ ഒരു സ്മാർട്ട് വാച്ച്, നാല് ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉള്ള ഒരു സ്മാർട്ട് വാച്ച്. വേണമെങ്കിൽ 5 പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1500 രൂപയ്ക്കുള്ളിൽ ഒരു ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉള്ള സ്മാർട്ട് വാച്ച്. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഈ ഒരു ബോട്ട് വേവ് ബീറ്റ് കോൾ നമ്മൾ വാങ്ങിക്കുന്നതിൽ അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്നതിൽ തെറ്റില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് 60 മിനിറ്റിനുള്ളിൽ വാങ്ങിക്കുകയാണെങ്കിൽ, അതായത് സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ 12 മണിക്ക്, അതായത് 12 മണിക്കും 1 മണിക്കും ഇടയ്ക്ക് വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ 1000 ലക്കി വിനേഴ്സിന് എയർ ഡോപ്സിൻ്റെ 381 കിട്ടും, അല്ലെങ്കിൽ മിസ്റ്റ് ട്രിമ്മർ കിട്ടുമെന്നാണ് പറയുന്നത്. ഈ ഒരു എയർ ഡോപ്സ് 381 എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ സത്യം പറഞ്ഞാൽ വളരെ ഒരു ഉപയോഗമില്ലാത്തൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ 381 ഒക്കെ ചുമ്മാ എനിക്ക് തോന്നുന്നു ഇനി ആരും വാങ്ങിക്കാനില്ല. ഇതൊക്കെ കുറേ നാളായില്ലേ. അപ്പോൾ അത് വിറ്റ് കഴിയാൻ അല്ലെങ്കിൽ ആ ഒരു സാധനം സ്റ്റോക്ക് ഔട്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടികളാണ് ഇതൊക്കെ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല കേട്ടോ. കൂടാതെ 10 പേർക്ക് നമ്മുടെ ഹർദിക് പാണ്ഡ്യ അതുപോലെ തന്നെ രശ്മിക ആയിട്ടും വിർച്വൽ മീറ്റും ഒക്കെ ചെയ്യാനായിട്ടുള്ള അവസരവും നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉണ്ട്. അതുപോലെ തന്നെ സേവ് അപ് ടു 10 കോൺടാക്ട്സ്, നമുക്ക് 10 കോൺടാക്ട്സും ഒക്കെ നമുക്ക് ആ ഒരു ഫ്രീക്വന്റ് കോൺടാക്ട്സും ഒക്കെ നമുക്ക് ഇതിനകത്ത് അഡപ്പ് ചെയ്യാം. അത് ഇതിൽ നിന്നുള്ള ഏതൊരു സ്മാർട്ട് വാച്ചുകളിലും അതുമൊക്കെ ചെയ്യാൻ പറ്റും. സോ അത് നമ്മൾ കൂടുതൽ അങ്ങോട്ട് എടുത്ത് പറയേണ്ടതെന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൽ ബിൽറ്റ് ഇൻ മൈക്ക് ആൻഡ് സ്പീക്കർ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉള്ള സ്മാർട്ട് വാച്ചിൽ പിന്നെ ബിൽറ്റ് ഇൻ മൈക്കും സ്പീക്കറും ഇല്ലാതെ എന്താ. അപ്പോൾ അതൊക്കെ തന്നെ ചുമ്മാ എന്താ പറയുക, ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതിയേക്കുന്നേ ഉള്ളൂ. 600+ ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇപ്പോൾ 600 ആയാലും 1200 ആയാലും നമ്മളുടെ ഫോട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ ഫോട്ടോ നമ്മൾ ഇടുന്നെങ്കിൽ ഈ ഒരു 600 ഒക്കെ നമ്മൾ നോക്കാനേ പോകുന്നില്ല. എന്നെ സംബന്ധിച്ചുള്ള ഞാൻ പറയുന്നത്, ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഡെയിലി ഇങ്ങനെ എന്താ പറയുക മാറ്റിയിടുന്ന ഇതുപോലെ ഓരോ ഫേസസ് ഇങ്ങനെ മാറ്റിയിടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും അത് ഉപയോഗം തന്നെയാണ്. കൂടാതെ ഡിസ്പ്ലേയിലേക്ക് ഉണ്ടെങ്കിൽ 1.69 ഇഞ്ച് HD ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ 550 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉണ്ട്. സ്ലിം ഡിസൈൻ ആണ്. 2.5D കേർവ്ഡ് ഡിസ്പ്ലേ ആണ്. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ആ ഡിസ്പ്ലേയുടെ കാര്യം അത്യാവശ്യം കുഴപ്പമില്ല. നോർമലി നമുക്ക് കിട്ടുന്ന 1500 രൂപയല്ലേ ഉള്ളൂ എന്തായാലും. അതിനകത്ത് വാങ്ങിക്കുമ്പോഴത്തേക്ക് വർത്ത് ആയിരിക്കും. വോയിസ് അസിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബീറ്റ് യുവർ ബെസ്റ്റ്, അതായത് നമ്മുടെ ഓൾറെഡി ട്വിസ്റ്റിൻ്റെ അൺബോക്സിംഗിൽ, അതായത് നോയിസ് ട്വിസ്റ്റിൻ്റെ അൺബോക്സിംഗ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു നോയിസ് ഫിറ്റ് ആപ്പ് പരിചയപ്പെടുത്തിയപ്പോഴത്തേക്ക് ഇപ്പോൾ സ്ട്രാവ് ആപ്പ് പോലെ അതിനകത്തും ഉണ്ട്. അതായത് നമുക്ക് ആരോടെങ്കിലും ഒക്കെ ചലഞ്ച് ചെയ്യാൻ നമുക്ക് ഫ്രണ്ട്സിനെ കണ്ടെത്താം. ആ ഒരു സംഭവം നമ്മുടെ ഈ ഒരു ബോട്ടിൻ്റെ ആപ്പിലും ഉണ്ട് കേട്ടോ. സോ അതൊക്കെ നിങ്ങൾക്ക് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാവുന്നേ ഉള്ളൂ. കൂടാതെ ലൈവ് ക്രിക്കറ്റ് സ്കോർ ബോട്ടിൻ്റെ പ്രോഡക്റ്റുകളിൽ പൊതുവേ നമുക്ക് കണ്ടുവരുന്ന ആ ഒരു സംഭവം ഇതിനകത്തും ഉണ്ട്. കൂടാതെ നമുക്ക് മറ്റുള്ള എല്ലാ സ്മാർട്ട് വാച്ചുകളിലും ഉള്ള പോലെ തന്നെ ഇവിടെയും ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സ്, നമ്മുടെ സ്മാർട്ട് നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ ഇവിടെയും നമുക്ക് അവൈലബിൾ ആണ്. ബാറ്ററി ലൈഫിലേക്ക് ഉണ്ടെങ്കിൽ അപ് ടു 7 days ആണ് കമ്പനി അവകാശപ്പെടുന്ന ഒരു ടോട്ടൽ ബാറ്ററി ലൈഫ്. നമ്മൾ നോർമൽ യൂസ് ആണെങ്കിൽ. കൂടാതെ 30 days ആണ് സ്റ്റാൻഡ് ബൈ കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ IP68ൻ്റെ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രസ്സിലിംഗ് അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇത് ഉപയോഗിച്ചാൽ അങ്ങനെ വലിയ ഒരു പ്രശ്നവും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ IP68 ആണെങ്കിലും ഏതാണെങ്കിലും വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ 1 വർഷം വാറണ്ടി ഉണ്ടെങ്കിലും വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടാനേ വഴിയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ട് ഇതുവരെ കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഉറപ്പായിട്ടും 1500 രൂപയ്ക്കുള്ള ഒരു സ്മാർട്ട് വാച്ച്, ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉള്ള സ്മാർട്ട് വാച്ച്, ബോട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ച്, അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് ഒരു വാച്ച് നമുക്ക് കൺസിഡർ ചെയ്യാം. അതിൽ വേറൊരു സംശയമില്ല കേട്ടോ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാണ് നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണം. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.